പ്രവീൺ, നിങ്ങളെക്കൊണ്ട് പരിമിതിക്കുള്ളിൽ നടത്തിയ പോരാട്ടത്തിനാദ്യം അഭിവാദ്യങ്ങൾ. പക്ഷേ ആ പോരാട്ടം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ മടങ്ങേണ്ടി വന്നു എന്നൊരു തോന്നൽ ഉള്ളിലെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം എൻ്റെ ആത്യന്തികമായിട്ട് ലക്ഷ്യം എൻ്റെ സിനിമ പുറത്തിറക്കുക എന്നുള്ളതാണ്. അതിനാണ് നാളിതുവരെ നമ്മൾ നടന്നു കയറി വന്നത്. അപ്പം അതിനെ ബാധിക്കാത്ത രീതിയിൽ സിനിമയിൽ ജാനകി വിദ്യാധരൻ പിള്ള, പൂങ്കുന്നം സ്വദേശിയായ വിദ്യാധരൻ പിള്ളയുടെ മകളായ ജാനകി വിദ്യാധരൻ പിള്ള എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. കോടതി ടൈമിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാനകി വി എന്ന് എഴുതണം എന്നവർ ആവശ്യപ്പെട്ടു. അത് നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ സംഭാഷണങ്ങൾക്ക് ചില വിഷയങ്ങൾ ഫീൽ ചെയ്തതുകൊണ്ട് അവിടങ്ങളിലും അത് മ്യൂട്ട് ചെയ്യാം എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് എത്തി. ആ ഒരു രണ്ട് ചേഞ്ചസ് അല്ലാതെ വേറെ യാതൊരു കാര്യങ്ങളും അവർ ആവശ്യപ്പെട്ടിട്ടില്ല നിലവിൽ. കേവലം ഒരു പേരിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ലോ യഥാർത്ഥത്തിൽ. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണനൊക്കെ അല്ലെങ്കിൽ എല്ലാ സിനിമാ സംഘടനകളും നിങ്ങൾക്കിപ്പം ശക്തിയുക്തം സമരരൂപമായിരുന്നതിന്റെ കാരണം കേവലം ഒരു ജാനകി, അത് വിദ്യാധരൻ പിള്ളയുടെ മകൾ ജാനകി എന്ന് മാറുന്നതിലേക്ക് മാത്രമായിരുന്നില്ലല്ലോ. ഒരു സിനിമക്കാരന് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് തലച്ചോറിന് ഏതു പേര്, എങ്ങനെ, എവിടെ എന്ന് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മേലുള്ള വടിവാൾ പ്രയോഗമായിരുന്നു അത്. ആ വടിവാൾ പ്രയോഗത്തിന് ഉള്ള ആശയ പോരാട്ടമായിരുന്നല്ലോ ബി ഉണ്ണികൃഷ്ണൻ അടക്കം നടത്തിയത്. ആ ആശയ പോരാട്ടം ശരിയാണ്. സാങ്കേതികമായി ഇപ്പം ജാനകി എന്നതിനിപ്പുറം ആരെങ്കിലും സെൻസർ ബോർഡിലേക്ക് വി ജാനകി എന്ന പേര്, വൈദേഹരാജ്യത്തെ വൈദേഹി എന്ന പേര്, അത് വൈദേഹരാജ്യത്തെ ജാനകിയാണ് എന്ന് പറഞ്ഞ് പോവാത്ത പക്ഷത്തോളം, അതിനും വിട്ട് വീഴാത്ത കാലത്തോളം നിങ്ങൾക്ക് സാങ്കേതിക പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലപ്പുറം ഒരു ആശയപരിസരം അതിലുണ്ടായിരുന്നു. ആ ആശയപരിസരത്തോട് പോരാടി നിൽക്കാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടെന്ന് ചോദിക്കുന്നു. പ്രവീൺ, നിങ്ങളൊരു പോരാട്ടമുഖം തുടങ്ങി വെച്ചിരുന്നു, പക്ഷേ അത് പാതിയിൽ നിർത്തി മടങ്ങി നിങ്ങൾ. അങ്ങനെ വിശ്വസിക്കുന്നില്ല ഹാഷ്മി. നമ്മൾ ആദ്യം നിർത്തി മടങ്ങി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. നമ്മളെ കൊണ്ട് സാധ്യമായ മൊമെന്റ് എവിടെയാണോ അവിടെ നമ്മൾ നിർത്തി, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നോട്ടൊരു മെറിറ്റിലേക്ക് പോകാമെന്ന് കോടതി പോലും പറഞ്ഞിരുന്നു. അത് നമുക്കും അറിയാം. ആത്യന്തികമായിട്ട് നമ്മൾ ഇത് എവിടം വരെ പോകും? ഇപ്പൊ സിംഗിൾ ബെഞ്ചിൽ നിന്ന് നാളെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാം, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക്, ഒരു കോടതി വ്യവഹാരത്തിലേക്ക് ഒരു സിനിമ, അതായത് ശരിക്കും ജൂൺ ഈ പറയുന്ന ഒരു 18-ാം തീയതിക്ക് മുമ്പ് വരെ എന്റെയും പ്രൊഡ്യൂസറുടെയും മാത്രം അവകാശങ്ങൾക്കകത്ത് കിടന്ന ഒരു സിനിമ ഇന്ന് കോടതി മുമ്പാകെയാണ്. ഇത് ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാം. അതൊരു വലിയ സ്വപ്നമാണ് ഹാഷ്മി. അത് ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ ഇരിക്കുമ്പോഴേ ഒരു പക്ഷേ അത് മറ്റൊരാൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കാൻ എത്രത്തോളം എന്നെ കൊണ്ട് സാധിക്കുമെന്ന് അറിയില്ല. അല്ല, 100% മനസ്സിലാക്കുന്നു. ഇത് താങ്കളുടെ മാത്രം ഒരു പ്രോഡക്റ്റ് അല്ല, ഇതിന് ഒരു പ്രൊഡ്യൂസറുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ റിലീസിങ്ങിൻ്റെ തീയതി വൈകിയപ്പോൾ തന്നെ നിങ്ങൾക്ക് ശതലക്ഷങ്ങളുടെ എവിടെ ഞാൻ വായിച്ചത് 80 ലക്ഷത്തിന് നഷ്ടം ഉണ്ടായെന്നാണ്. അപ്പോൾ അത്രത്തോളം ലക്ഷം ഓരോ ദിവസം കഴിയുന്നവരും ആ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് പണം മുടക്കുന്ന ആൾ ആശയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് ഇനിയും അത് വല്ലാതെ വൈകിപ്പിക്കാൻ ഇടയില്ല. മാത്രമല്ല, ഇപ്പം നാസിർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഈ പറയുന്ന പഞ്ചാബ് 95 എന്ന സിനിമയുണ്ട്. ഇപ്പോഴും അവിടെ കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ വേദന ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ആ വേദന 100% പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ശ്രീ പ്രവീൺ, ഇത് ശരിയായ പ്രവണതയാണോ? ഈ സെൻസർ ബോർഡ് സത്യവാങ്മൂലം താങ്കൾ വായിച്ചു എന്നാണ് എൻ്റെ അറിവ്. എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? കേരളത്തെ കളിയാക്കുന്ന മട്ടിലാണ് ശ്രീ പ്രവീൺ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സമുദായത്തെ കളിയാക്കുന്ന മട്ടിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? അവരത് അവിടെ കൗണ്ടർ ഫയലായിട്ട് അവർ സബ്മിറ്റ് ചെയ്തതാണ്. അത് നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ ഇത് അവരുടെ പെർസ്പെക്റ്റീവ് എന്തുകൊണ്ട് ഇങ്ങനെ ചേഞ്ച് ആയി എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇതൊരു ഓട്ടോണമസ് ബോഡിയല്ലേ, ഇതിപ്പം അതെന്താ പറയുന്നത്, ഒരു വലിയ സ്ഥാപനമാണിത്. നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു കഥാപാത്രം തന്നെയാണ് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാരണം നമ്മുടെ ഈ പറയുന്നത് പോലെ സുരേഷ് ചേട്ടന്റെ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ കഥാപാത്രമാണ്, അതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ സിനിമയിൽ തന്നെ നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി ചെയ്ത കഥാപാത്രത്തിന്റെ പേര് ഫിറോസ് എന്നാണ്. ഫിറോസ് പല സന്ദർഭങ്ങളിലും ജാനകി എന്നുള്ള പേര് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അവിടെങ്ങും അവരത് ഒരിക്കൽ പോലും പറയുകയോ മെൻഷൻ ചെയ്യുകയോ പോലും ചെയ്തില്ല. ഈ പറയുന്ന പ്രത്യേക സ്ഥലം, അവിടെ കുറച്ച് 3-4 ഡയലോഗുകളുണ്ട്. അത് കോടതിയിൽ വെച്ച് സുരേഷ് ഏട്ടൻ അനുപമ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനോട്, അതായത് ജാനകി വിദ്യാധരനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളും അതാണ് അവർ കൃത്യമായിട്ട് അവസാന സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അത് പ്രൊഡ്യൂസർ അടക്കം എല്ലാവരും കൂടി ചിന്തിച്ചപ്പോൾ അത് ഈ പറയുന്നത് പോലെ അത് ചെയ്യുന്നത് കൊണ്ട് സിനിമയെ ബാധിക്കുന്നില്ല എന്നൊരു പോയിന്റ് എത്തുമ്പോൾ എത്രയും പെട്ടെന്ന് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആവശ്യം. എല്ലാവരും ശ്രമിക്കുന്ന അതിന് തന്നെയാണ്. അപ്പം അതിലൂടെ നിൽക്കുക എന്നുള്ളതാണ്
ഒരു കലാകാരൻ താങ്കളുടെ ഉള്ളിലെ പിടച്ചിലും എനിക്ക് താങ്കളുടെ ഉത്തരവാദിത്തം വൈകാരികതയും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ആ, എന്താണ് കാരണം എന്നതിനെ കുറിച്ച് നമുക്കിനി ആംബിഗ്വിറ്റി വേണം. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ആദ്യം ഇത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ സത്യമായും കരുതുന്നത് നിങ്ങളുടെയൊക്കെ ഇത് എന്താണ് PR സ്റ്റണ്ടാണ്. അങ്ങനെ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. 10 പേർ സിനിമ കാണാൻ കൂടുതൽ കയറി നല്ലതെന്ന് വിചാരിച്ചു. അപ്പോഴൊന്നും ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന കാരണം ഈ പറയുന്ന CBFC അതിൻ്റെ പേര് എന്താണ്, ഈ പറയുന്ന സെൻസർഷിപ്പ് ബ്യൂറോ ആണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അവർ പറയുന്ന കാരണം, it is submitted that the posing of such provocative questions to character named after Goda Sita will have the tendency to disrupt public order and offend religious sentiment എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നും മതവികാരം വ്രണപ്പെടുത്തുമെന്നും. രണ്ടാമത്, it is submitted that a screenplay of the subject film has tendency to disrupt the public order by systematically insulting religious beliefs of a religious community through deliberate misappropriation of a revered deity's name, particularly given the film subject matter. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനഃപൂർവ്വം ഈ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാൻ, നിങ്ങൾ ഈ നാട്ടിൽ സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ഒരു ദേവതയുടെ പേരിട്ടു എന്ന് പറയുകയാണ്. മൂന്നാമത് എന്താണ് പറയുന്നത്? ഫർദർ, another reason as to why the respondent is seeking the name of the lead character to be changed from the title and dialogues stems from problematic subplots. എന്ന് പറഞ്ഞാൽ when the lead character who is named after Goda Sita or Janaki is raped, she is then aided by a man belonging to one particular religious community and is cross-examined asking harrowing. എന്ന് പറഞ്ഞാൽ പ്രവീൺ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയുന്ന ഒരു കഥാപാത്രത്തെ കോടതി മുറിക്കുള്ളിൽ ഒരു ക്രൈസ്തവ പേരുള്ള ഒരാൾ വന്ന് ചോദ്യം ചെയ്താൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കുമെന്നാണ്? ഏത് വികാരം വ്രണപ്പെടുമെന്നാണ്? ഇവിടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് മാത്രം സംഭവിച്ചൊരു കാര്യമല്ല ഇത്. ഇതിനു മുമ്പ് പത്മാവതി എന്ന് പറയുന്ന സിനിമ പത്മാവത് എന്ന് മാറ്റിയാണ് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം സെൻസർ ബോർഡിനെ സംബന്ധിച്ച് ഒരു 140 അല്ലെങ്കിൽ 150 കോടി ജനങ്ങളുടെ വികാരത്തെ കൂടെ മാനിച്ചാണ് അവർ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇപ്പം ജാനകി എന്നുള്ള പേരിൽ അമ്പലങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഒരുപക്ഷെ നാളെ ഇതായി പറയുന്നത് പോലെ ആർക്കെങ്കിലും എവിടെയെങ്കിലും വികാരങ്ങൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ഇപ്പം ഞാൻ കേരളം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആവണമെന്നില്ല. ചിലപ്പം ഈ പറയുന്നത് എന്താ പറയുന്നത് നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ ഉള്ള ആൾക്കാർക്ക് അത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ ഒരു കോടതി ഭാഗത്ത് ഉപയോഗിച്ച ഡയലോഗുകൾ, അപ്പം അത് കട്ട് ചെയ്യാൻ, അത് ആ സീൻ എടുത്തു മാറ്റാനാണ് അവർ ആദ്യം തൊട്ട് പറഞ്ഞിരുന്നത്. അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പം അവിടെ നിന്ന് ഇപ്പം ചെറിയൊരു മ്യൂട്ടിലേക്ക് എത്തുമ്പം ഒരു പരിധിവരെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇത് വിജയമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം സിനിമ ഇറങ്ങാതിരിക്കുന്ന മൊമെന്റുകൾ അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളെ നമ്മൾ കടന്നുപോയത് എങ്ങനെയാണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോഴും സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു നിമിഷം വരെ നമ്മുടെ നെഞ്ചിൽ പിടച്ചിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രവീൺ, സീതയ്ക്ക് 108 പേരുകളാണ് ഈ പറയുന്ന രീതിയിൽ. അതിൽ വൈദേഹിയുണ്ട്, ഈ പറയുന്ന എന്താണ് സീതയുണ്ട്, ഈ പറയുന്ന CI ഉണ്ട്, സിത്താര ഉണ്ടെന്ന് ചില ആളുകൾ പറയുന്നു. അങ്ങനെ മൊത്തം 108 പേരുകളാണ്. 108 പേരുകൾ ഇനി ഉപയോഗിച്ചുകൂടാ എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. അബ്ദുള്ള, മുസ്തഫ, സഫറുള്ള, സെയ്ഫുള്ള എന്നൊക്കെ പറയുന്ന എന്താണ് മുസ്ലിങ്ങളുടെ ദൈവവുമായി ബന്ധപ്പെട്ട പേരുകൾ അവിടെയുണ്ട്. ആന്റണി, ജോസഫ് എന്ന് പറയുന്ന എന്താണ് ജീസസ്, ഇവർ ക്രിസ്ത്യാനികളുടെ പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പേര് ഉപയോഗിക്കരുത് എന്നല്ലേ അതിനർത്ഥം? എന്ത് കാലമാണ്? ഞാൻ അങ്ങയോട് മറുപടി ആഗ്രഹിച്ച് ചോദിക്കുന്നതല്ല, ഞാൻ എൻ്റെ ഉള്ളിലെ ഒരു വേദന ചോദിക്കുന്നതാണ്. പ്രവീൺ, എന്നോട് ക്ഷമിക്കണം. അല്ല, എനിക്ക് മനസ്സിലാവും ഹാഷ്മി. ഒന്ന്, എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഞാനിരിക്കുന്ന പൊസിഷനും എനിക്കൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നുള്ളെങ്കിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കഴിഞ്ഞ 2 വർഷം 2022 നവംബർ 7-ാം തീയതി ഷൂട്ട് തുടങ്ങിയ ഒരു സിനിമ ഈ കഴിഞ്ഞ 2-2.5 വർഷം എൻ്റെ കൂടെ ഏകദേശം ഒരു 11 ഷെഡ്യൂളും വിളിക്കുന്ന ഓരോ വിളിപ്പുറത്ത് ഓടിയെത്തി എല്ലാ ആർട്ടിസ്റ്റുകളും അതോടൊപ്പമുള്ള ടെക്നീഷ്യൻസ്, ഇവരുടെ എല്ലാം കരിയർ, ആ സിനിമ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം സിനിമാ രംഗത്ത് മുന്നോട്ട് ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ ഒരു സ്വപ്നം കൂടാണ് ഈ സിനിമ. അപ്പൊ ആ സിനിമയെ ബാധിക്കാതെ തിരക്കുക എന്നുള്ളതാണ് എന്റെ ഉത്തരവാദിത്വം. ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ബാക്കി എന്ന് പറയുന്നത് നമുക്ക് വിവാദങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ ഞാനും ചോദിച്ച ചോദ്യമാണിത്. ഞാൻ കൃത്യമായിട്ട് ആരോടാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിങ്ങിന് ഉത്തരവാദപ്പെട്ട ആളോട് ഞാൻ കൃത്യമായിട്ട് ചോദിച്ചതാണ്. ഹിന്ദുധർമ്മത്തിൽ ജനിച്ച്, ഹിന്ദുധർമ്മത്തിൽ വിശ്വസിച്ച്, ഹിന്ദുധർമ്മത്തിൽ ജീവിക്കുന്ന ഒരു ഹിന്ദുവായ എനിക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനിക്ക് വേദനിക്കാത്ത ഇതിൽ എന്താണ് വിഷയമെന്ന് ചോദിച്ചപ്പോൾ അവർ അവരുടേതായ കുറെ ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. അത് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല, പക്ഷേ ഈ പെർസ്പെക്റ്റീവ് ആണല്ലോ ഇതിന്റെ ഒരു ബേസിക് വിഷയം. നമ്മൾ മനുഷ്യനെ കാണുന്ന രീതി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആശങ്കകൾ അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാകാം എന്ന രീതിയിലാണ് അവരതിനെ കോട്ട് ചെയ്തിരിക്കുന്നത്. സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, സെൻസർഷിപ്പ് ബ്യൂറോ ഒക്കെ ആവുന്നുണ്ട് എന്ന വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെയാണ് പോക്കെങ്കിൽ, അതിന് അംഗീകാരം കിട്ടുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് മുന്നിൽ മറ്റു വഴിയില്ല. നിങ്ങൾക്ക് മുന്നിൽ മറ്റു വഴിയേ ഇല്ല എന്ന് പറഞ്ഞാൽ
ഒരുപക്ഷെ ഇവിടെ ഹാരിസ് പീരാൻ്റെ എന്ന സമർത്ഥനായ വക്കീലിൻ്റെ ഭാഗത്തിൽ ഒരുപക്ഷെ ഈ സിംഗിൾ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായേക്കാം. അതിൻ്റെ സൂചനകളൊക്കെ നേരത്തെ ജസ്റ്റിസ് നഗരേഷ് നൽകിയതുമാണ്. അങ്ങനെ അനുകൂല വിധി ഉണ്ടായാൽ ഉടനെ CBFC ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകും. നിങ്ങൾക്ക് പിന്നെയും പോകേണ്ടി വരും. പിന്നെ അപ്പുറത്ത് പോകും, സുപ്രീം കോടതി പോകും. അപ്പോഴത്തേക്ക് സിനിമയുടെ പ്രസക്തി നഷ്ടപ്പെടും, നിങ്ങൾ കോടികളുടെ നഷ്ടം ഉണ്ടാവും. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കും, നിങ്ങൾ നിസ്സായത മനസ്സിലാക്കുന്നു. ശ്രീ പ്രവീൺ നാരായണൻ, അപ്പോൾ ഈ നിസ്സായത ഉണ്ടാവാതിരിക്കും എന്താ ചെയ്യേണ്ടത്? CBFC ലിസ്റ്റ് ഇറക്കണം. എന്താണ് ഈ പറഞ്ഞ രീതിയിൽ മതങ്ങളൊന്നും സൂചിപ്പിക്കാത്ത റിങ്കു, പിന്റു, ടിൻഡോ, ജിൻഡോ, സിൻഡോ, ഫിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് മതം ഒന്നും പറയാത്ത കുറേ പേരുകളുണ്ടല്ലോ. ആ പേരുകളുടെ ഒരു ലിസ്റ്റ് ഇറക്കണം. ആ ലിസ്റ്റ് വെച്ച് അഡ്വക്കേറ്റ് റിൻഡോ, അഡ്വക്കേറ്റ് പിന്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റിൽ മാത്രമേ പേരിടാവൂ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കൃത്യം ക്ലിയർ ആവുമല്ലോ. ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മുടെ രഞ്ജിപ്പണിക്കർ സാറ് പറഞ്ഞ പോലെ നമ്പറുകൾ ഇടാം. നമുക്ക് വികാരം കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും ഹാഷ്മി, ശരിയാണ്. പക്ഷേ ഞാൻ വളരെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് നമ്മുടെ അടുത്തുള്ളൊരു വില്ലേജ് ഓഫീസിൽ പോയി അവിടെ നിന്ന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഏതെങ്കിലും തരത്തിലൊരു വിഷയം ഉണ്ടായാൽ ആ ഒരു വിഷയമായിട്ട് ഞാൻ കോടതിയിൽ പോയാൽ എന്താ സംഭവിക്കുക? അത് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ചില സമയത്തെ ചില പിടിവാശികളാവാം, അല്ലെങ്കിൽ ചില തോന്നലുകളാകാം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മുകളിലേക്ക് ഉയർന്ന തലങ്ങളിലേക്കുള്ള ആൾക്കാരെ സുഖിപ്പിക്കുന്നതിന്റെ ഭാഗമാകാം. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാവാം. എന്താണ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നത്? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അവരുടെ പോളിസി അല്ല. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരാരും അവരുടെ പോളിസി ആയിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്നതായിട്ട് പറയുന്നില്ല. എന്നാൽ CBFCയുടെ ആണെന്നും പറയുന്നില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉണ്ണികൃഷ്ണൻ സാർ അടങ്ങുന്ന ഫെഫ്ക തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് എടുത്തുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും സിനിമാക്കാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോരാട്ടങ്ങൾ തുടരുമെന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഓക്കെ, താങ്ക് യു പ്രവീൺ. താങ്കൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, താങ്കൾക്ക് പോകാം. എന്തായാലും താങ്കളുടെ പരിമിതിക്കുള്ളിൽ നടത്തിയ വളരെ പെട്ടെന്ന് ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ തന്നെ കീഴടങ്ങാതെ നിന്ന ആ പോരാട്ടത്തിന് ആദ്യം അഭിവാദ്യങ്ങൾ. രണ്ടാമത് ഈ പറഞ്ഞ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരുപക്ഷെ എത്ര ലക്ഷം മുടക്കിയാലും കിട്ടാത്ത പ്രൊമോഷൻ കിട്ടുന്നുണ്ട് ഈ വാർത്തകളിലൂടെയൊക്കെ. ആ പ്രൊമോഷനൊക്കെ ആ സിനിമയുടെ വിജയമായി ഭവിക്കട്ടെ. ആ വൻ വിജയമാവട്ടെ ആ സിനിമ. താങ്ക് യു ശ്രീ പ്രവീൺ.